മൈൻഡ്ഫുൾനെസ്സിന്റെ യഥാർത്ഥ പേര് വിപස්සന അല്ലെങ്കിൽ വിപശ്യാന എന്ന് പറയുന്നത്. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പോയി ചെയ്യാവുന്നതാണ്. അതിനകത്ത് വിപස්සനയും സമതയും, അതായത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നോൺ ജഡ്ജ്മെന്റൽ ആയിട്ട് വിറ്റ്നസ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. പല രീതിയിൽ ബാക്കിയെല്ലാം ടെക്നിക്സ് ആണ്. നമ്മൾ ബ്രത്ത് വാച്ച് ചെയ്യുക, അത് വാച്ച് ചെയ്യുക. അൾട്ടിമേറ്റ്ലി നോൺ ജഡ്ജ്മെന്റൽ. കാരണം സ്പിരിച്വാലിറ്റിയിൽ നമുക്കിപ്പോൾ ഒരു ഒരു മെന്റൽ ട്രോമ വരുന്നു എന്ന് വിചാരിച്ച ഒരാൾക്ക്, മാനസികമായിട്ടുള്ള പിരിമുറുക്കം, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് മാറും എന്ന് പറയുന്നത് ഇപ്പം അല്ലേ. നമ്മളിപ്പോൾ സാധാരണ കേരളത്തിലുള്ള ഒരു കുട്ടി ഒരു അമ്മയുടെ അടുത്ത് പറയാണ്, അച്ഛൻ്റെ അടുത്ത് പറയാണ് എനിക്ക് ഡിപ്രഷനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനല്ലേ പറയുന്നത് കൂടുതലായിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം യഥാർത്ഥ സ്പിരിച്വാലിറ്റിയിലില്ല. അപ്പോൾ ഒരു മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ മൈൻഡ്ഫുൾനെസ് കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. ഇപ്പൊ പല ഹോസ്പിറ്റൽസിലും ഈവൻ ഫോറിൻ കൺട്രീസിലും എല്ലാം മൈൻഡ്ഫുൾനെസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, അതായത് മൈൻഡ്ഫുൾനെസ് ബ്രെത്ത് മൈൻഡ്ഫുൾനെസ് ഉണ്ട്, ബോഡി സെൻസേഷൻസിനെ മൈൻഡ്ഫുൾ ആയിരിക്കുന്നുണ്ട്. അപ്പോൾ പല രീതിയിലുള്ള മൈൻഡ്ഫുൾനെസ് ഉണ്ട്. ഇതെല്ലാം ബുദ്ധിസ്റ്റ് സ്ക്രിപ്ചറാണ്. തെറാവാഡ ബുദ്ധിസത്തിലെ അനാപാന സതി സൂത്ര, അതേപോലെ തന്നെ മറ്റ് പല പല സ്ക്രിപ്ചേഴ്സിൽ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ബുദ്ധന്റെ ഒറിജിനൽ ടീച്ചിങ്സിൽ പെട്ടതാണ് മൈൻഡ്ഫുൾനെസ്. അതെ. അപ്പൊ അത് വിപස්සന എന്നുള്ള രീതിയിൽ ലോകം മൊത്തം ഇന്ന് ഉണ്ട്. അത് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് വിപස්සന. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എങ്ങനെയാണ്, അത് ഏത് രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ചെറിയ രീതിയിലുള്ള ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് തുടക്കം. മൈൻഡ്ഫുൾനെസ് വളരെ ഡീപ്പ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ചെറിയ രീതിയിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. നമ്മൾ ശ്വാസത്തിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴും ശ്വസിക്കുന്നുണ്ട്, പക്ഷെ നമ്മളതിനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ. നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന ശ്വാസത്തിന്, അതായത് സാധാരണ സംഭവിക്കുന്ന നമ്മൾ ശ്വസിക്കണ്ട, നമ്മൾ സാധാരണ സംഭവിക്കുന്ന ശ്വാസത്തിന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. ചില ആൾക്കാർ പറയും 3 മണിക്കൂർ ചെയ്യും, 4 മണി, അത്രയൊന്നും ചെയ്യാൻ പാടില്ല. അധികമായി കഴിഞ്ഞാൽ അമൃതും വിഷമാണ്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എല്ലാ ദിവസവും ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിൽ ഈ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് വരും. നമ്മുടെ മൈൻഡ് തന്നെ ഭയങ്കരമായിട്ട് സ്റ്റില്ലാവും, കാമാവും, എല്ലാ നെർവ്സും കാമാവും. ഇതൊരു വളരെ ചെറിയ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ്. ബാക്കിയെല്ലാം ചെയ്യുന്നതിനൊരു ട്രെയിനിങ് ആവശ്യമാണ്. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്കൊരു ടെൻഷൻ ഉള്ള ഒരാൾക്ക് കൂടുതൽ ടെൻഷനിലേക്ക് പോകും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.